ഇടത് സർക്കാരിന്റെ കാലത്ത് 9 മാവോയിസ്റ്റുകളാണ് കൊല്ലപ്പെട്ടത്. 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ മാത്രം കൊല്ലപ്പെട്ടത് 9 മാവോയിസ്റ്റുകൾ. വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളാണ് ഇവയെന്ന് ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. ആദിവാസി ജീവിതങ്ങൾക്ക് ഒരു ഗുണവും മാവോയിസ്റ്റുകളെ കൊണ്ടുണ്ടായിട്ടില്ലെന്നാണ് മറുപക്ഷം ആരോപിക്കുന്നത്. നവംബർ 23 നിലമ്പൂർ കരുളായി CPI മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റി അംഗം കുപ്പു ദേവരാജും പശ്ചിമഘട്ട സോണൽ കമ്മിറ്റി അംഗം അജിത പരമേശ്വരനും കൊല്ലപ്പെട്ടു. 2019 മാർച്ച് 6 വൈത്തിരി ഉപവൻ റിസോർട്ടിലെ ഏറ്റുമുട്ടൽ. കൊല്ലപ്പെട്ടത് CP ജലീൽ. അതേ വർഷം ഒക്ടോബർ 28 അട്ടപ്പാടി മഞ്ചക്കണ്ടിയിൽ ഏറ്റുമുട്ടലുണ്ടായി. 4 മാവോയിസ്റ്റുകളാണ് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത്. തമിഴ്നാട് സ്വദേശികളായ രമ, അരവിന്ദ്, മണിവാസകം, കാർത്തി എന്നിവർ അന്നു മരിച്ചു. 2020 നവംബർ 3 പടിഞ്ഞാറത്തറ വാളാരംകുന്നിൽ ബാണാസുരദളത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വേൽമുരുകൻ കൊല്ലപ്പെട്ടു. ഈ വർഷം ആറളത്തെ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ കവിതയുടെ മരണത്തോടെ 9 മാവോയിസ്റ്റുകളാണ് പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇതെല്ലാം ആസൂത്രിത കൊലപാതകങ്ങളെന്നാണ് ഒരു വിഭാഗം മനുഷ്യാവകാശ പ്രവർത്തകർ വാദിക്കുന്നത്. ഇടതുപക്ഷ സർക്കാരിൽ CPI അടക്കം മാവോയിസ്റ്റ് വേട്ടയ്ക്കെതിരെ പരസ്യ നിലപാടെടുത്ത അനുഭവമുണ്ട്. അതേസമയം മാവോയിസ്റ്റുകളുടെ ഇടപെടൽ ആദിവാസി മേഖലയെ സംശയത്തിന്റെ മുന്നിൽ നിർത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നാണ് ആദിവാസി ഗോത്ര മഹാസഭയടക്കമുള്ള സംഘടനകളുടെ നിലപാട്. മാവോയിസ്റ്റ് ഇപ്പോൾ കുറേ നാളായി അവിടെ ഇവിടെ വെടിവെപ്പ് നടക്കുന്നു, മാവോയിസ്റ്റിനെ വെടിവെച്ച് കൊല്ലുന്നു, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം കൊണ്ട് ഈ ആളുകൾക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ഇവർ ഈ ആദിവാസി കോളനിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് നോട്ടീസ് ഒട്ടിച്ചതിൻ്റെ പേരിൽ അവരുടെ ജീവിത ദുർഘടമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യരെ പോകാൻ സമ്മതിക്കില്ല. ഇവർ മൊത്തം പോലീസിൻ്റെ നിരീക്ഷണത്തിൽ, അവർക്ക് രാത്രിയോ പകലോ അതിൽ നടക്കാൻ പറ്റില്ല. ഇങ്ങനെ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതിൽ അപ്പുറത്തേക്ക് ഇത് ഗുണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആദിവാസികളുടെ മേഖലയിൽ ഈ മാവോയിസ്റ്റ് സാന്നിധ്യമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ളൊരു ശ്രമം ഒരു വശത്ത് മാവോയിസ്റ്റുകളും പലപ്പോഴും നടത്താറുണ്ട്, സർക്കാരും നടത്താറുണ്ട്. അപ്പോൾ ആദിവാസികളുടെ ജീവിത സാഹചര്യത്തെയും ദുസ്സഹമായ ജീവിത പ്രശ്നങ്ങളെയും മൂടിവെക്കാനും ആ മേഖലയിലേക്ക് മാധ്യമപ്രവർത്തകരോ സാമൂഹ്യ പ്രവർത്തകരോ പോകുന്നതിനെ ബ്ലോക്ക് ചെയ്യാനും ഉള്ളൊരു രാഷ്ട്രീയ തന്ത്രമായിട്ടാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഏറ്റുമുട്ടലുകൾ തുടരുമ്പോഴും മലബാറിലെ വനമേഖല കേന്ദ്രീകരിച്ച് മാവോയിസ്റ്റ് ദളങ്ങൾ വേരുറപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആവർത്തിക്കുകയാണ്. പുതിയ ആളുകൾ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്ന വിവരവും പോലീസിനുണ്ട്. സാഹചര്യത്തിൽ മാവോയിസ്റ്റുകളെ അമർച്ച ചെയ്യാനുള്ള ശ്രമം ശക്തിപ്പെടുത്തുകയാണ് പോലീസ്. 24 വയനാട്.